പെട്ടെന്ന് രാത്രി ഒരു 1:30 ആയപ്പോഴത്തേക്കും അവള് പോയി. പട്ടി കടിച്ചു പോയാൽ തിരിച്ചു കിട്ടത്തില്ല എന്നൊരു ഉറപ്പുള്ള ഒരു മരണമാണത്. എല്ലാരും പറഞ്ഞത് അതിനൊരിക്കലും ഒരു മരുന്നില്ല. താലൂക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടു ചെന്നപ്പോഴത്തേക്കും ഒരു പട്ടി കടിച്ച ഒരാളുടെ കൊണ്ട് ചെല്ലുമ്പം നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ട എത്തിക്സ് എന്നുള്ളത് അവർക്ക് അറിയത്തില്ല എന്നുള്ള രീതിക്കാണ് അവർ ചെയ്തത്. പ്രതിരോധ മരുന്ന് എന്നോണം ആ ഇമ്മ്യൂണോഗ്ലോബിൻ കറക്റ്റ് ഡോസിന് എടുക്കുക. സംസ്ഥാനത്തുടനീളം തെരുവുനായകളുടെ ആക്രമണത്തിനിരയായവരുടെ സംഗമമാണ് എറണാകുളം വഞ്ചി സ്ക്വയറിൽ നടക്കുന്നത്. തെരുവുനായകളുടെ കടിയേറ്റവരും അത്തരത്തിൽ മരിച്ച കുട്ടികളുടെ രക്ഷിതാക്കളും ഒക്കെയാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. കൊല്ലത്ത് തെരുവുനായയുടെ കടിയേറ്റ് പേവിഷബാധയേറ്റ് മരിച്ച നിയമോളുടെ ഉമ്മ ഒപ്പമുണ്ട്. ആ നിമിഷങ്ങൾ, വൈകാരിക നിമിഷങ്ങൾ ഓർത്തെടുക്കുന്നത് കണ്ടു ഇപ്പോൾ ഈ സംഗമത്തിൽ. അന്ന് എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അവളൊരു 10-12 മണിക്ക് വീട്ടിൽ ഇരുന്നതാ, അപ്പുറത്തെ വീട്ടിലോട്ട് പോയതാ. അപ്പം തലേന്നാണ് ആ പട്ടി അവിടെ കാണുന്നത്. ഒരു ശോഷിച്ച പട്ടി. അതാ അവളെ തള്ളിയിട്ടിട്ട് അവളെ കൈ കയറി കടിച്ചു കളഞ്ഞു. സാമാന്യം നല്ല ആഴത്തിലുള്ള മുറിവായിരുന്നു ഒരെണ്ണം. അത് ഞങ്ങൾ കൊണ്ടുവന്ന് കഴുകി. കാരണം തൊട്ട് മുമ്പശത്താണ് അത് സംഭവിച്ചത്. കൈ കൊണ്ടുവന്ന് കഴുകി അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ താലൂക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടു ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞ് അവർ താമസിച്ചു കുറേ നേരം കഴിഞ്ഞ് അവർ ഒരു പട്ടി കടിച്ച ഒരാളുടെ കൊണ്ട് ചെല്ലുമ്പം നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ട എത്തിക്സ് എന്നുള്ളത് അവർക്ക് അറിയത്തില്ല എന്നുള്ള രീതിക്കാണ് അവർ ചെയ്തത്. അവിടെ കൊണ്ടുവന്ന് ഒരു നിസ്സാരവൽക്കരിച്ച് എന്നോണം. അവളെ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന ഡോക്ടറാണെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്തത് പകുതി മരുന്നും മുറിവിൻ്റെ പുറത്ത് ഒഴിച്ചു കളയുക ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ചത്തോളം അവളുണ്ടായിരുന്നുള്ളൂ. ഏപ്രിൽ 29 ആയപ്പോഴത്തേക്കും ആ കൈക്ക് തന്നെ ഒരു വേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇമ്മ്യൂണോഗ്ലോബിൻ കറക്റ്റിന് എടുത്തിട്ടില്ലേ, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും കുറവില്ലാഞ്ഞ് പിന്നെ സ്ഥിരം കാണിക്കുന്ന പീഡിയാട്രിഷ്യനെ കൊണ്ട് കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് SIT കൊണ്ടുപോകുമ്പോൾ ഡോക്ടറിൻ്റെ ആ ഒരു നിർബന്ധത്തിലാണ് അവളുടെ ആ ഒരു നല്ല കണ്ടീഷനിൽ ഞങ്ങൾക്ക് SITയിൽ എത്തിക്കാൻ പറ്റിയത്. ഇപ്പം ഞാൻ ആ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞോടെ എനിക്ക് മനസ്സിലായി അവൾക്ക് ആ ഒരു പേവിഷബാധയായിരുന്നു എന്ന്. പക്ഷേ അത് നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഡയറക്റ്റ് വിട്ടേന്നുള്ള. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു രാത്രി ആയപ്പോഴത്തേക്ക് അവൾ വയലൻ്റ് ആയിട്ടുണ്ട്. പിന്നീട് അവളുടെ ഓരോ സ്റ്റേജുകൾ പിറ്റേന്ന് തുപ്പലും നട്ടലിന്ന് എല്ലാം എടുത്ത് പരിശോധിച്ചപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അവളെ ഇനി കിട്ടത്തില്ല, 99% പേവിഷബാധയായി പോയി. നമ്മൾ സമാധാനിക്കുക, പിന്നെ കിടക്കുന്നിടത്തോളം കാലം അവളെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചു കുറേ നാളെങ്കിലും കിടക്കുമായിരിക്കാം. പക്ഷെ എൻ്റെ കുഞ്ഞ് ആ വെന്റിലേറ്റർ പോലും താങ്ങുന്നില്ലായിരുന്നു, അത്രയ്ക്കായിരുന്നു. ഞാൻ വെന്റിലേറ്റർ ഇട്ട് വന്ന് ക്ലീൻ ചെയ്യുമ്പോൾ വയറ്റിലുള്ള മല മൊത്തം പോരും. അപ്പം അതിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി എൻ്റെ കുഞ്ഞിന് ആ വെന്റിലേറ്റർ പോലും താങ്ങാനുള്ള ശേഷിയില്ല. അവളുടെ മരണം വരെ ഞാനായിരുന്നു കൂടെ നിന്നിരുന്നത്. പക്ഷെ എങ്കിൽ തന്നെ ഞാൻ വിശ്വസിച്ച് ഒരു ദിവസം എണ്ണിട്ട് വരുമായിരുന്നു. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് രാത്രി ഒരു 1:30 ആയപ്പോഴത്തേക്കും അവള് പോയി. ഞാൻ എല്ലായിടത്തും ചോദിച്ചു അതിന് മരുന്നുണ്ട്. പക്ഷെ എല്ലാവരും പറഞ്ഞത് അതിനൊരിക്കലും ഒരു മരുന്നില്ല. പ്രതിരോധ മരുന്ന് എന്നോണം ആ ഇമ്മ്യൂണോഗ്ലോബിൻ കറക്റ്റ് ഡോസിന് എടുക്കുക. അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പം നമുക്ക് പട്ടി കടിച്ചു പോയാൽ തിരിച്ച് കിട്ടത്തില്ല എന്നൊരു ഉറപ്പുള്ള ഒരു മരണമാണത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് സർക്കാരോ കോടതിയോ ഒന്നും എനിക്കൊരു മനസ്സമാധാനം തരുന്ന വിധത്തിലുള്ള വിധി കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. ഇനി ഓരോ മക്കളും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പേടി. എപ്പോൾ അതിലെ മക്കൾ സ്കൂളിൽ പോകുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും ഞാൻ നോക്കി നിൽക്കും. അവർ ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു കമ്പെടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ. കാരണം എനിക്ക് വന്നൊരവസ്ഥ മറ്റൊരു അമ്മയ്ക്ക് വരരുതെന്നുള്ളൂ. കാരണം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. ഇതിന് തുടക്കമായിരിക്കണം, ഇത് അവസാനവും ആയിരിക്കണം എന്നതിന് വേണ്ടി.
വല്ലാത്ത അനുഭവങ്ങളാണ്. ഇതുപോലെയുള്ള തെരുവുനായ ആക്രമണങ്ങൾ ചെറുക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ വേണമെന്നല്ലേ ഈ സംഗമത്തിലൂടെ ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ ജനസേവ തെരുവുനായ വിമുക്ത കേരളം എന്നൊരു മുദ്രാവാക്യം വിളിച്ചാണ് ഇപ്പോൾ ഈ പട്ടികളെ കടിച്ച ആൾക്കാരുടെ കൂട്ടായ്മ നടത്തിയത്. ഇവിടെ നിയാമോൾ എന്ന് പറഞ്ഞൊരു മാലാ കൊച്ചിൻ്റെ അമ്മയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. ഈ മാലാ കൊച്ചിൻ്റെ അമ്മ അതിൻ്റെ സങ്കടം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ ഈ വർഷം തന്നെ 3 മാലാ കൊച്ചുങ്ങളെ മരണപ്പെട്ടത്. ഇത് എത്രയോ പേർക്കാണ് ദിവസേന തെരുവുപട്ടികൾ കടിക്കുന്നത്. തെരുവുപട്ടികൾ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇന്ന് കേരളത്തിൽ അതിനുമാത്രം തെരുവുപട്ടികളായി. എവിടെ നോക്കിയാലും തെരുവുപട്ടികളാണ്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ആട്, കോഴി, താറാവ് എന്നീ കൃഷി ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ ജീവിതം പോയി. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേരള സർക്കാരും ഇവിടുത്തെ മന്ത്രിസഭക്കാരും അവരെല്ലാവരും മുൻകൈ എടുത്തുകൊണ്ട് കേരളത്തിൽ നിന്നും തെരുവുപട്ടികളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം. അതിനുള്ള സംവിധാനം നടപ്പിലാക്കണം. ഇന്നിപ്പോൾ ഒരു സന്തോഷ വാർത്ത കേട്ടത്, കേരളം അതിദാരിദ്ര്യത കേരളമായി പ്രഖ്യാപിക്കുന്നു. അത് വളരെ നല്ല കാര്യം. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ തെരുവ് പട്ടികൾ കാരണം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് പ്രഖ്യാപിക്കാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണ്ടത് തെരുവ് പട്ടികൾ ഇല്ലാത്ത കേരളം. അതുകൊണ്ട് സാക്ഷാത്കരിച്ചാൽ മാത്രമേ കേരളം ഇന്ത്യക്ക് മാതൃകയാക്കാൻ പറ്റുള്ളൂ. ഇന്ത്യക്ക് മാതൃകയാക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇത് അനുകരിക്കും. അപ്പോൾ കേരളത്തെ എത്രയും പെട്ടെന്ന് നമുക്ക് നടപ്പിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണ്? 99% ആളുകളും പറയുന്നത് ജനവാസ കേന്ദ്രം തെരുവുപട്ടികൾ മാറ്റണമെന്നാണ്. പിന്നെ എന്തുകൊണ്ട് മാറ്റുന്നില്ല? അതിനകത്താണ് നമുക്ക് സങ്കടം വരുന്നത്. മിക്കവാറും രാഷ്ട്രീയ ഭരണം ആരും വരുന്നില്ല, ആരും സമരരംഗത്ത് വരുന്നില്ല. ഇപ്പോൾ പാവപ്പെട്ട ആൾക്കാർ, പട്ടികടിയേറ്റ ആൾക്കാരുടെ കൂട്ടായ്മയാണ് ഇപ്പോൾ സമരത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള സകല ഭരണാധികാരികളും സകല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വരണം. ഒരു വിമോചന സമരത്തിനായി കേരളത്തെ മുമ്പിലേക്ക് കുതിച്ചുകൊണ്ട് കേരളത്തെ തെരുവുനായ വിമുക്ത കേരളമാക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തെരുവുനായ ആക്രമണങ്ങളിൽ പരിക്കേറ്റ നിരവധി പേരാണ് ഈ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെയും ഇതുപോലെയുള്ള കണ്ണ് നനയിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാരും പട്ടികളെ കൊല്ലണമെന്നല്ല ആവശ്യപ്പെടുന്നത്. അവയെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി പാർപ്പിക്കണമെന്നൊരു കാര്യമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ മനുഷ്യജീവന് ഈ തെരുവ് നായകളിൽ നിന്ന് സംരക്ഷണം നൽകണം. അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നൊരാവശ്യമാണ് ഇവർക്ക് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തോടൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.